104 വാക്യം ഇന്ന് നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 104 വാക്യം. ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. വെറുക്കേണ്ടതിനെ വെറുക്കണം. ചില ആളുകൾ പറയും, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാ, എല്ലാ മതങ്ങളോടും ഇഷ്ടമാ, എല്ലാ ആചാരങ്ങളോടും ഇഷ്ടമാ എന്ന് പറഞ്ഞാൽ അതൊരു വ്യാജ പ്രസ്താവനയല്ലേ, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എല്ലാം ഇഷ്ടപ്പെടാൻ പറ്റുമോ നമുക്ക്? നവീൻ ബാബുവിന്റെ മരണം നമുക്കിഷ്ടമായോ? അത് സംബന്ധിച്ച് ചില ആളുകൾ നടത്തിയ പരാമർശം നമുക്കിഷ്ടമായോ? അത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ കേട്ട പലതും നമുക്കിഷ്ടമായോ? പക്ഷെ നമുക്കതിനകത്തുള്ള നമ്മുടെ അഭിപ്രായം തുറന്നു പറയാൻ ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം സത്യം പറയുന്നവരെ കടന്നാക്രമിച്ച് തേജോവധം ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ വളർന്നു വന്നിരിക്കുന്നു. ചില സത്യങ്ങൾ പറയാം, എല്ലാ സത്യവും പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ, പക്ഷെ പറയാൻ പറ്റിയല്ല. ശരിയല്ലേ? പക്ഷേ നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ എടുത്തുകൂടെ? തിരുവെഴുത്ത് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവവചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അഥവാ ദൈവവചനം ധ്യാനിക്കുന്നവൻ ദുഷ്ടന്മാരുടെ ആലോചനയിൽ നടക്കുകയില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുകയില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയില്ല. നോക്കൂ, നിന്റെ ന്യായപ്രമാണം ധ്യാനിച്ചപ്പോൾ എനിക്കുണ്ടായ വിവേകം എൻ്റെ തിരിച്ചറിവിനെ ഷാർപ്പാക്കി. അതുകൊണ്ട് സകല വ്യാജമാർഗവും വെറുക്കാൻ എനിക്ക് സാധിച്ചു. വെറുക്കാൻ. അപ്പൊ എനിക്ക് ചിലത് വെറുപ്പാണ്. എല്ലാ വഴിയും സ്വർഗത്തിലോട്ടാണ് എന്ന ആശയം ശരിയല്ല. എല്ലാ വഴിയും സ്വർഗത്തിലോട്ടല്ല. ചില വഴി നാശത്തിലേക്കാണ്, ചില വഴി നരകത്തിലേക്കും ആണ്. സകല മാർഗവും സത്യമാർഗമല്ല, ചില മാർഗം വ്യാജമാർഗമാണ്. വ്യാജമാർഗം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ സ്വർഗത്തിൽ പോകുന്നതിനും ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നു. വ്യാജന്മാർ പെരുകുന്നു, വ്യാജമാർഗങ്ങൾ പെരുകുന്നു. അപ്പൊ ഈ വ്യാജമാർഗത്തെ ഏർക്കണ്ടേ? ഇപ്പൊ തന്നെ ഈ ക്രിസ്തീയ മാർഗത്തിൽ, ആത്മീയ മാർഗത്തിൽ വ്യാജന്മാര് പ്രവേശിച്ചിട്ടുണ്ട്. പണ്ടുകൊണ്ട് ഇപ്പോഴും വ്യാജന്മാർ ആളുകളെ ആകർഷിക്കുന്നു, വ്യാജന്മാർ വർദ്ധിക്കുന്നു. വ്യാജന്മാർ വർദ്ധിക്കുന്നു. ഇത് തിരിച്ചറിയണമെങ്കിലോ കൃത്യമായ വചന പഠനമുള്ളവർക്ക് പറ്റുള്ളൂ. കൃത്യമായ വചന പഠനം ഇല്ലാത്തവർക്ക് വ്യാജനെയും ഒറിജിനലിനെയും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ തിരിച്ചറിയാതെ വെറുക്കാൻ പറ്റുമോ? തിരിച്ചറിവ് നമ്മിൽ വെറുപ്പുണ്ടാക്കും. ചില കാര്യങ്ങളോട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും.
കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ എനിക്കിത് പറ്റത്തില്ല, ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല, ആ ഗ്രൂപ്പിനോട് എനിക്ക് ബന്ധമില്ല, ആ വ്യക്തിയോട് എനിക്ക് ബന്ധമില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. വ്യാജമാണെന്നറിഞ്ഞു കഴിയുമ്പോൾ പ്രകടിപ്പിക്കാതെ പറ്റില്ല. പ്രിയ സ്നേഹിതരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാറ്റിനും ആമേൻ പറയരുത്, എല്ലാറ്റിനും കൈവക്കരുത്. തിരുവെടുത്ത് തിരിച്ചറിഞ്ഞാൽ വ്യാജം തിരിച്ചറിയും. വ്യാജം തിരിച്ചറിഞ്ഞാൽ നല്ലത് മുറുകെ പിടിക്കും, വ്യാജത്തെ വെറുക്കും. അതിനുള്ള വിവേകം ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.